അത് ശരി. അപ്പോ ആ കൺസെന്റ് അവൻ ഒപ്പിട്ട് തന്നില്ല ഇതുവരെ? അത് അവന്റെ പാസ്പോർട്ട് കൊടുത്താലേ ഒപ്പിടുന്നാ പറയുന്നത്. ഓഹോ, എന്നാ ഒന്ന് കാണട്ടെ. പാസ്പോർട്ട് കിട്ടിയിട്ട് അവൻ ഒപ്പിടണം. വേണ്ട, ഒപ്പിടണ്ട. അങ്ങനെ ഇപ്പൊ അത് വന്ന് വാങ്ങിച്ചിട്ട് ഒപ്പിട്ട് തരാന്നുള്ള ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്താ രണ്ടും കൂടെ ഈ തിരുവാതിരയും ഭരതനാട്യം ഒക്കെ? കാര്യം എന്താന്ന് വെച്ചാൽ അത് പറയാൻ പറ ഇതിന്റെ ഇടയിൽ കൂടെ. അല്ലമ്മ, പിങ്കിമോള് കുറച്ചു ദിവസമായിട്ട് ചോദിക്കുന്നു ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന്. അതെ. അപ്പൊ പ്രശോഭേട്ടൻ അത് ഇന്ന് പോകാന്ന് പറഞ്ഞിരുന്നു. അത് പോകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇത് ചോദിക്കാൻ എന്തായിരിക്കുന്നു? സിനിമ കാണണമെങ്കിൽ ഇപ്പൊ കൂടെ. അതെ, പ്രശോഭേട്ടനും അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു അമ്മയുടെ സമ്മതം കൂടെ കിട്ടിയാലേ പോവുള്ളൂ എന്നുള്ളത്. പ്ലാനിങ് മൊത്തം പ്രശോഭേട്ടന്റെ ആണ്. അയ്യോ അമ്മ, ഇതൊന്നും വിശ്വസിക്കല്ലേ. പ്ലാനിങ് ഫുൾ അവളാണ് നടത്തിയത്. ദൈവമേ, ഞാനോ? പിന്നല്ലാതെ. എന്തിനാ പ്രശോഭേട്ടൻ ഇങ്ങനെ നട്ടാൻ മുളക്കാത്ത നുണ പറയണേ? ഞാൻ കള്ളം പറഞ്ഞെന്നാ? അമ്മ ഇതൊന്നും വിശ്വസിക്കല്ലേ. ഇല്ല, എനിക്കെല്ലാം അറിയാം. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ കുഞ്ഞുമായിട്ടൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ അത് അത്ര വലിയ മഹാഭാവമൊന്നുമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രശോഭേ, എപ്പോഴെങ്കിലും ഇമാതിരി കാര്യങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു തടസ്സം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, വരാം. സിനിമയെങ്കിൽ സിനിമ, നാടകമെങ്കിൽ നാടകം, പാട്ടെങ്കിൽ പാട്ട്. ഇത് ആര് തടസ്സപ്പെടുത്തുന്നെന്നാ? പിന്നെ അമ്മ തടസ്സം പറയാം എപ്പോ? വേണ്ടാത്ത മണ്ടത്തരങ്ങൾ വിളിച്ചു പോകുമ്പം. അതെന്താണെന്നറിയാവോ? എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടി എന്റെ മക്കള് വേണ്ടാത്തതല്ലോ ഒപ്പിച്ചു വെക്കുമോ ഭഗവാനെ എന്നൊരു പേടി തോന്നുമ്പോഴാണ് ഉപദേശിക്കുന്നത്. സിനിമ കാണേ, കൊച്ചിനെ കൊണ്ട് പോയി സിനിമ കാണാ. അതമ്മ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പ്രശോഭേട്ടന് ഭയങ്കര പേടി. അമ്മ ഞാൻ പേടിയെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതിന്റെ കാര്യമാണ് ഞാനിപ്പോ ചോദിക്കാം. പേടിക്കാൻ മാത്രം ഞാൻ എന്തോ ചെയ്തിരിക്കുന്നത്? ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ശരിയമ്മ, എന്നാ ഞാൻ റെഡി ആവട്ടെ. എന്ത് ചെയ്യുമെന്ന് പറയണം. ഒരു സിനിമ കാണാൻ പോട്ടെന്ന് ചോദിക്കുന്നതിനാണ് ഈ ബഹളം. വിളിച്ചോണ്ട് പോടാ. ഇങ്ങനെയൊക്കെ പറയുമ്പോ നീ അങ്ങ് പോ. വെറുതെ എനിക്ക് തലവേദന ഉണ്ടാക്കല്ലേ എന്റെ പ്രശോഭേ. പോയിട്ട് വരാം. ഓ പോയിട്ട് വാ. ചെല്ല്, സിനിമ കണ്ടേച്ചു വാ. സിനിമ കാണാം, സിനിമ കാണാം. അതിനും ഇത്രയും ബഹളം. എന്തിനാണ് ഈ വീട്ടിൽ സംസാരമില്ലാത്തത്? ഞാനും പോട്ടാ കൊച്ചമ്മ അവരുടെ കൂടെ. എവിടെ? സിനിമ കാണാനേ. സിനിമ കാണാൻ അവരുടെ കൂടെ? അത് ശരി. നാണം ഉണ്ടോടാ ചോദിക്കാൻ? അവർ രണ്ടും കൂടെ സിനിമ കാണാൻ പോകുമ്പോ നീ എന്തിനാ അതിന്റെ ഇടയിൽ കൂടെ കയറി പോന്നേ? അല്ല, അന്നയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലെന്ന് കൊച്ചമ്മ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ കൊച്ചമ്മ? അല്ല, അതാ നിന്റെ സ്വാതന്ത്ര്യം അവരുടെ കൂടെ പോയി കാണുന്നതിനാ. എടാ, അവര് പോയി കണ്ടു, നിനക്ക് വേറെ പോയി കണ്ടൂടെ? അപ്പം പിങ്കി മോള് പോണതാ? എന്തോ പറയാനാ ഞാൻ എന്റെ മുത്തു. നിനക്കൊക്കെ എന്തിന്റെ സൂക്കേടാ? നീ ഒരു കാര്യം, നീ പോയി ഒരു പെണ്ണ് കെട്ടറാ. എന്നിട്ട് ആ ഭാര്യയെ വിളിച്ചോണ്ട് പോകും സിനിമ കാണാനായിട്ട്. ഭാര്യ ഭർത്താവ് കൂടെ സിനിമയ്ക്ക് പോകുമ്പോ അതിന്റെ ഇടയിൽ കൂടെ കയറി നടക്കിരുന്നെങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഒരു സിനിമ കാണാൻ വേണ്ടിട്ട് പെണ്ണ് കെട്ടണോ? അതിനേക്കാളും സിനിമ കാണാതിരുന്നാ പോരെ. അത് കറക്റ്റാ. സിനിമയ്ക്ക് പോകുന്നില്ല, തീർന്നല്ല വിഷയം. എനിക്ക് എന്തായാലും മനസ്സിലാവാത്ത അവരുടെ ഇടയിൽ ഇരുന്ന് കണ്ടെങ്കിലും ഒക്കെ ഉള്ള. അല്ല, ഞാൻ ചോദിച്ചു പോയി. അത് എന്റെ തെറ്റ്. ഇവ എന്തോന്ന് കിളി പോയ സാധനമോ എന്തോ. പിങ്കി മോള് പോകുന്നതോന്ന്. കഷ്ടം. യോ, ഇതിനെയൊക്കെയാണ് ഞാൻ തീറ്റിപ്പോറ്റുന്നത്. ഭാര്യയും ഭർത്താവും കൂടെ പോയപ്പോ കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്നത്. അപ്പൊ പിന്നെ എനിക്കിതിലൂടെ നടക്കുന്നു. പിങ്കി, നീ പോയി പെട്ടെന്ന് റെഡിയാക്കേ. എന്തിനമ്മ? നമ്മള് സിനിമയ്ക്ക് പോവുക. ആണോ? ഏത് സിനിമയ്ക്കാ? ഏതെങ്കിലും നല്ല പടത്തിന് പോവാ. എന്നാലേ നമുക്ക് വോൾവറൈൻ കാണാൻ പോവാ. എന്ത് റെയിന്? വോൾവറൈൻ. അത് ഇംഗ്ലീഷ് സിനിമ, അടിപൊളി സിനിമയാ. അയ്യടാ, അതൊന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും നല്ലൊരു മലയാള പടം തന്നെ കണ്ടാൽ മതി. പിന്നെ വോൾവറൈന് എന്തിനാ അമ്മ? എന്താ അമ്മ വോൾവറൈൻ കാണാൻ പോവാ? വോൾവറൈൻ എന്താ നിന്റെ കുഞ്ഞമ്മയുടെ മോനോ? നീ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുത്തിയിട്ട് ഞാനും അച്ഛനും കൂടെ പോവും. റൂഡമ്മ. എന്തമ്മ? റൂഡമ്മ. അതെന്തമ്മ? ഡ്രസ്സും. വേഗം പോയി റെഡിയാവും. ഞാൻ റെഡി ആയിക്കോളാം. ബുക്ക് മൈ ഷൂ. അതെ, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് എന്റെ തലയെ വെക്കണ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കണം. അതിന് ഞാനെന്ത് ചെയ്തു? അവർക്ക് ഒന്നും അറിഞ്ഞൂടാ. ഒരെണ്ണം ഇങ്ങോട്ട് തന്നോണ്ടല്ലോ.
നീ അല്ലേ സിനിമയ്ക്ക് പോകേണ്ട പ്ലാൻ ഇട്ടത്? ആ അത് ഞാനാ. പിന്നെ എന്തിനാ താഴെ ഞാൻ ഇട്ടെന്ന് പറഞ്ഞത്? ഞാൻ നോക്കിയപ്പോഴേ ഇത്രയും സേഫ് ആയിട്ടുള്ള തല വേറെ ഇല്ല, അതുകൊണ്ട് ഇട്ടതാ. ആ, എല്ലാവർക്കും എന്ത് പ്രശ്നം വന്നിട്ടാലും വന്ന് കയറാനുള്ള തലയാണല്ലോ എന്റെ. അങ്ങോട്ട് കൊണ്ട, മോള് റെഡി ആയിക്കൊണ്ടിരിക്കുക. അവളെന്തിനാ ഇപ്പോഴേ റെഡി ആവണേ? അവള് മാത്രല്ല നമ്മളും റെഡിയാവും. ഇപ്പൊ പോവും. എടി സിനിമ വൈകുന്നേരം അല്ലേ ഉള്ളൂ, ഇപ്പോഴേ എന്തിനാ റെഡി ആവണത്? അതായത് ഏട്ടാ, നമുക്ക് ആദ്യം മോളിൽ പോണം. മോളിൽ പോയിട്ട് എനിക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ മോക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് ഉച്ചയാവും. നമുക്ക് വിശക്കൂലേ? അപ്പൊ ഫുഡ് കോർട്ടിൽ കഴി ഫുഡും കഴിച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്ക് സിനിമ തുടങ്ങാനുള്ള സമയവും. സിനിമ കാണും. അപ്പൊ സിനിമ കാണുന്നത് മാത്രമല്ല അജണ്ടയിലുള്ളത്. നമ്മൾ ഒരു വഴിക്ക് പോകാൻ നേരത്തെ എല്ലാം നടത്തിക്കൊണ്ട് തിരിച്ചു വരുന്നു. എന്നാലേ ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ല. അതെന്ത്? എനിക്ക് ഓഫീസിൽ കുറച്ച് പണികളുണ്ട്, അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം നമ്മൾ സിനിമയ്ക്ക് പോകണം. അതെന്തൊരു പോക്കേട്ടാ. അങ്ങനെ പോവാൻ പറ്റൂ? ഏത് സമയത്ത് തന്നെ എപ്പോ ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓഫീസിൽ പോണം. ഇനിയിപ്പോ വൈകുന്നേരം തന്നെ പോവാ, അല്ലാതെ ചെയ്യാനാ. അമ്മ ഞാൻ റെഡിയായി. ആ റെഡിയായോ? സുന്ദരിയായിട്ടുണ്ട്. കളല്ലേ? ആ നിക്ക് നേരെ കയറി കിടന്നുറങ്ങിക്കോ. ഉറങ്ങാനാണോ എന്റെ അടുത്ത് റെഡി ആവാൻ പറഞ്ഞേ? പോയി ഇറങ്ങിക്കോ. കിണുങ്ങല്ലേ, പോയി കിടന്നുറങ്ങ്. ഞാൻ ഇറങ്ങിയേട്ടാ. റെഡിയായ താണ്ടേ ഈ 200 രൂപ നീ കമ്പനിയിലോട്ട് പോകണ വഴിക്ക് ഷിബുവിന്റെ കടയിലൊന്ന് ഏൽപ്പിച്ചേക്ക് കേട്ടാ. ഞാൻ അതുവഴിയല്ല പോണത്. അതുവഴിയല്ലേ പിന്നെ ഏത് വഴിയാണ് കമ്പനി പോണത്? അതുവഴി തന്നെയാണ് പോണത്. ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നു. ഞാൻ കമ്പനി ഇപ്പൊ പോണില്ല. അങ്ങനെ കാണാനാ? അമ്മയ്ക്ക് എന്നൊന്ന് കാണണോ? ആടെ പ്രതീഷ് മോൻ അറിഞ്ഞ വഴക്കുണ്ടാക്കും കേട്ടാ. പ്രതീക്ഷ അറിയതില്ലേ ഞാൻ പോണത്. ആ ലക്ഷ്മി വിളിച്ച് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കിട്ട് അതുകൊള്ള ഞാൻ ആ പടി കയറൂലെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ല. എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? നിനക്ക് അവന്റെ അടുക്ക ചോദിച്ചിട്ട് പോയാൽ എന്തിനാണ് കുഴപ്പം? എന്റെ അമ്മ പ്രതീക്ഷനോട് ചോദിച്ച പ്രതീക്ഷനെ വിടൂല. അതുകൊണ്ടാ. പ്രതീക്ഷന്റെ അവിടുത്തെ വാശി കാണിക്കുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റുമോ? എനിക്ക് ആ ഭാഗത്തിൽ നിന്ന് വിഷമിക്കാൻ പറ്റൂല. അപ്പൊ പോണ്ടാന്ന് വെക്കണം. പറ്റൂല അമ്മ. എന്നെ കാണാൻ വേണ്ടി അമ്മ അവിടെ കാത്തിരിക്കുകയാണ്. ഞാൻ പോണം. എന്തെങ്കിലും ചെയ്. പിന്നെ മുറിയിൽ കുറച്ച് തുണികൾ കിടക്കണം, അന്ന് മടക്കി വയ്ക്കണേ. തുണിയില് ഒരു കാര്യം ചെയ്യരുത്. എന്റെ കാലം കഴിഞ്ഞ് ഇവളൊക്കെ എങ്ങനെ ജീവിക്കുമെന്തോ. ആ മക്കളിത് എവിടെ പോണത്? ഇല്ല, എനിക്കൊന്ന് പുറത്തു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. തന്നെ സുരഭി കമ്പനി പോയേക്കാണ്. അവള് പറഞ്ഞിരുന്നു. അവള് കമ്പനിയിലോട്ട് തന്നെയാണ് പോയേക്കണത്, വേറെ എവിടെയും പോവൂല. പണ്ട് പോലെ അവൾ അങ്ങനെയാണ്. വീട് വിട്ടാ കമ്പനി, കമ്പനിന്ന് വിട്ടാ വീട്, അങ്ങനെയാണ്. ഹലോ അളി, നീ എവിടാ? എടാ എനിക്കൊരു സാധനം എടുക്കണം, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എടാ മറ്റേ സാധനം, പാസ്പോർട്ട്. നീ അവിടെ തന്നെ നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ഞാൻ ഇപ്പൊ അടുക്കളയിലോട്ട് പോകും. കമ്പനിന്ന് സുരഭി വരുമ്പോ അവക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. മക്കളൊന്നാ കഴിച്ചിട്ട് പോയാലോ? ഇല്ല, ഞാൻ എനിക്ക് തിരക്കുണ്ടല്ലോ. അവനിപ്പോ എന്തിനാണ് പോണത്? എന്തൊരു മുത്തോണ്ണ കവിത എഴുതുന്ന? ഓ, എന്റെ കൂട്ടുകാരന്റെ വിവാഹ വാർഷികം വരുന്ന ചൊവ്വാഴ്ച. അപ്പൊ അവന്റെ ഭാര്യക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കവിത വേണം. ഓ, അപ്പൊ മുത്തോണ്ട കവിതയ്ക്ക് ആവശ്യക്കാരുണ്ടല്ലേ അണ്ണ? ഇപ്പോഴല്ല, നേരത്തെ ആവശ്യക്കാരുണ്ടായിരുന്നു ഒരുപാട്. പിന്നെ ഞാൻ കൊറേയൊക്കെ വിട്ടുകളയും, നിർബന്ധിക്കുമ്പോ എഴുതി കൊടുക്കും.
എന്തായാലും കൊള്ളാം. ഇപ്പൊ അല്ല, പണ്ടേ എനിക്ക് പ്രശസ്തിയിലൊന്നും വലിയ താല്പര്യമില്ലല്ലോ, അതാണ്. പ്രശസ്തി ഇഷ്ടമില്ലേ? പ്രശസ്തി ഇഷ്ടമല്ല. കാരണം എന്താ അറിയാമോ, പ്രശസ്തി വന്നു കഴിഞ്ഞാൽ എനിക്ക് ചന്തയിൽ പോകാൻ പറ്റൂല, രമണിയെടുത്ത് സംസാരിക്കാൻ പറ്റൂല, ചന്ദ്രയെടുത്ത് സംസാരിക്കാൻ പറ്റൂല, ശാന്തരെ സംസാരിക്കാൻ പറ്റില്ല, എന്തിനേറെ പറയുന്നത് വേലക്കാനായിട്ട് പോലും നിൽക്കാൻ പറ്റില്ല. എവിടെ പോയാലും തിക്കും തിരക്കും ഓട്ടോഗ്രാഫ് വാങ്ങിക്കല് കൊടുക്കുക. എനിക്ക് ഇതൊന്നും ഒരു താരയും അത് താരചാടെന്ന് എനിക്ക് ഇഷ്ടമല്ല. തന്നെ ഒരു കണക്ക് നല്ലതാണ്. അത് തന്നെ, അത് തന്നെ. അണ്ണൻ കവിത എഴുതും. ഓ, അപ്പോ സുരഭി എന്ത് എപ്പോഴും വന്നത്? ഓ, എന്നെ ഇപ്പഴെങ്കിലും ഓർത്തല്ല. എന്റെ പൊന്ന അമ്മേടെ, എന്റെ അമ്മൂമ്മയുടെ സത്യം, ഞാനേ ഇത് എഴുതിക്കൊണ്ട് ഞാൻ വിചാരിച്ച ലക്ഷ്മി കുഞ്ഞായിരിക്കുന്നത്. അതല്ലേ ഞാൻ ഇത്ര ഗെറ്റപ്പെട്ട് പറഞ്ഞത്. അങ്ങനെ സുരഭി എടുത്ത് അങ്ങനെ പറയൂ. പ്രതീക്ഷ കുഞ്ഞ് വന്നാ? പ്രതീക്ഷ വന്നില്ല, ഞാൻ മാത്രമേ വന്നുള്ളൂ. അത് കുഴപ്പമില്ല. എന്തായാലും പ്രതീക്ഷ കുഞ്ഞ് ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചില്ല, അതെന്നെ മഹാഭാഗ്യം. ആര്? പ്രതീക്ഷ ഞാൻ വന്ന കാര്യം പ്രതീക്ഷ അറിഞ്ഞിട്ടില്ല. നീ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നീ വഴക്ക് അത് മതി. ഓ, ഒരു സമാധാനം ഇല്ലല്ലോ ദൈവമേ. അതൊക്കെ മാറും. പ്രതീക്ഷ കുഞ്ഞും തിരിച്ചു വരും. പക്ഷെ എല്ലാം ഞാൻ മുഖേനയാണല്ലോ എന്റെ പൊന്ന സുരഭി. അതോർക്കുമ്പോഴാണ് ആകെ വിഷം. ആര് മുഖേന? ഒന്ന് പോ മുത്തോണ എണീറ്റ്. മുത്തോണ കാരണമൊന്നുമില്ല. മുത്തോണ കവിത എഴുത്. ഞാൻ പോയി അമ്മയും പിങ്കി മോളെയും കണ്ടിട്ട് വരാം കേട്ടാ. അല്ല, ഈ എഴുതാനുള്ള മൂടൊക്കെ പോയി. ഇനി അഥവാ എഴുതി കൊടുത്തിരുന്നാലും അവ അത് വായിച്ചിട്ട് ഇത് പോരാ, കൊള്ളൂല, അവന്റെ വായിരിക്കണ കൂടെ ഞാൻ കേൾക്കണം. അത് കള പോട്ട്. പിന്നെ ചായ എടുക്കട്ടാ? വേണ്ടണ, ഞാൻ കുടിച്ചിട്ടാണ് വന്നത്. തന്നെ? അപ്പൊ ഊണ് കഴിച്ചിട്ടേ പോവൂ? അയ്യോ, അവിടെ ചോറും കറിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കണം ചെന്നിട്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കണത്? അയ്യോ, ഓ എന്റെ മുത്തു കിളി, പോ അവിടെ. ശരി ശരി. പിന്നെ പ്രതീക്ഷ കുഞ്ഞ് തിരികെ വരാനുള്ള ഒരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്. എന്തു വേണ? അതായത് അത് പറയാൻ പറ്റില്ല, പാടാനേ പറ്റുള്ളൂ. 2 സെക്കൻഡ്. പാടാനാ? അതായത് ഞാൻ ഒരു അമ്മയെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ അമ്മയെ കുറിച്ചുള്ള കവിത കുഞ്ഞ് വായിച്ച് കേൾപ്പിക്കുമ്പം അത് കേട്ടോന്നെ അമ്മയെ കുറിച്ച് ഓർമ്മ വരും. പെട്ടെന്ന് പറയും, സുരഭി ഇറങ്ങ്. എങ്ങോട്ടണ്ടാ? നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അമ്മയെ എനിക്കിപ്പൊ കാണണമെന്ന് തോന്നുന്നു. ഒന്ന് പാടിക്കേ. പാടി. അമ്മേ അമ്മേ പൊന്നമ്മേ അമ്മേ, എന്നെ പെറ്റു വളർത്തിയൊരമ്മേ, 10 മാസം എന്നെ ചുമന്നു നടന്നൊരു പുണ്യവതിയായൊരമ്മേ, അമ്മേ അമ്മേ പൊന്നമ്മേ. പോയാ പാപം. എന്നെ പോലെ താളത്തിലും സ്വരമാധുരിയിലും പാടാൻ പറ്റാത്തോണ്ടായിരിക്കും. എല്ലാം ദൈവം ഒരുമിച്ച് കൊടുക്കൂല്ലോ. അമ്മ വന്നാ? പിന്നെ അമ്മ വിളിച്ച എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? അല്ല, അതല്ല, അവിടെ ഇപ്പൊ പ്രതീക്ഷയില്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി വരത്തില്ലയോ എങ്ങനെ എന്തെന്നൊക്കെ ആരെങ്കിലും. പ്രതീക്ഷ ആര് തടഞ്ഞാലും ഞാൻ വരും. ആണോ? ശരി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, അത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്? വിശേഷം? ഓ, അവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ടേ. ഇവിടുന്ന് പോയതിനു ശേഷം പ്രതീക്ഷ അവിടെ എന്തൊക്കെ കാണിച്ചുവിട്ടത് എനിക്ക് എന്നെ അറിഞ്ഞുകൂടാ. അതത് നമ്മുടെ മുടിയണ്ണനില്ലേ, മുടിയണ്ണന്റെ കൂടെ 12 മണിക്ക് പോയി. അതിന്റെ പേരും പറഞ്ഞ് ഞാൻ അണ്ണനും കൂടെ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഒരു കണക്കിന് പറഞ്ഞു അത് നിർത്തിച്ചു. ഇപ്പൊ ഗൾഫിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഗൾഫിലോ? ഗൾഫിൽ പോകാൻ ഒരു പാസ്പോർട്ട് വേണ്ടേ? പാസ്പോർട്ട് ഇല്ലേ? പാസ്പോർട്ട് ഉണ്ട്, അത് എന്റെ കയ്യിൽ ഇവിടെ ഇരിക്കുക. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ട്. അതെ, പാസ്പോർട്ട് എനിക്ക് തരുമോ അമ്മ? എന്തിന്? അല്ല, ഞാൻ സൂക്ഷിച്ചു വയ്ക്കായിരുന്നു. മനസ്സിലായി. എന്ത്? ചക്കരെ പൊന്നെ സുരഭി സുരു സു എന്നൊക്കെ വിളിക്കുമ്പോ നീ എടുത്ത് അത് അവന് കൊടുക്കും. അത് വേണ്ട. ഇല്ലമ്മ, ഞാൻ അവന് വേണ്ട. അവൻ വന്ന് പറയട്ടെ, നമുക്ക് ആലോചിക്കാം കേട്ടോ. അയ്യാ, ഇതൊരു ചക്കര മോള്. നീ തരുമോ? ഞാൻ സൂക്ഷിച്ചു. ഇവിടെ ഇരുന്നാ സൂക്ഷിക്കൂലേ? അല്ല, ഞാൻ കയ്യിൽ ഇവിടെ തന്നെ ഇരിക്കട്ടെ അമ്മ. അതെ, അതാ നല്ലത്. എനിക്കറിയാമല്ലോ അതിന്റെ. പിന്നെ അവൻ നല്ല രീതിക്കൊക്കെയാണ് പോയിരുന്നെങ്കില് ഞാൻ ഈ പാസ്പോർട്ടും കൊടുത്തേനെ. ഇപ്പൊ അതല്ലല്ലോ. ഇതിപ്പോ എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി പോന്ന പോക്കാം. അമ്മയുടെ മോനല്ലേ, പിന്നെ വാശിക്ക് തൊട്ട് കുറവ് കാണൂ. ഓഹോ, എടി കുഞ്ഞേ, അമ്മയ്ക്ക് വാശി മാത്രമല്ല, വേറെ ഒരുപാട് നല്ല വശങ്ങളുണ്ട്. അതെന്താ എന്റെ മോൻ കാണാത്തെ? എന്ത് ചെയ്യാനാ? അല്ല, പ്രക്ഷോഭണം വിളിച്ചിരുന്നേ. എന്റെ തോന്നുന്നു എന്തോ സൈൻ വേണമെന്നൊക്കെ. ഒരു സൈൻ അത്യാവശ്യമായിട്ട് വേണം. പക്ഷേ പ്രതീക്ഷ ഇങ്ങനെ പിണങ്ങിയിരിക്കുക. പാസ്പോർട്ട് കിട്ടിയെങ്കിലേ ഞാൻ സൈൻ ചെയ്യൂ. അതിന് പ്രതീക്ഷ എന്തിന്? ഞാൻ ഇല്ലേ ഇവിടെ? എത്ര സൈൻ വേണം? പ്രതീക്ഷന്റെ സൈൻ നീ ചെയ്യുവോ? എനിക്കറിയാം. എടുത്ത് അതിലെ വരിച്ചെടുത്ത്
ശരിക്കും വയ്യ. പിന്നെ എത്ര സൈൻ വേണം അമ്മ പറ. ദാ, ദാ, ഇവിടെ ഒരു പൗണ്ട് നടക്ക്. ശരി. കറക്റ്റ് അല്ലേ നോക്കമ്മേ? ഓ എടി പിടിക്ക്, നീ ആള് കേവിയാണല്ലോ. ഞാൻ ആരുടെ മരുമകളാ? സുഹാസിനി അമ്മയുടെ. നീ എപ്പോ വന്നു? എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ ചേച്ചി. അവനോട് പ്രതീക്ഷണനാ വന്നില്ല, ഞാൻ മാത്രമേ വന്നോളൂ. ചെറിയമ്മ ഇവിടെ നിക്കാൻ വന്നതാണോ? ചെറിയമ്മ ഇന്ന് നിക്കാൻ വേണ്ടി വന്നില്ല. ചെറിയമ്മ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നിക്കാൻ വരാമേ. നിക്കണം. പിന്നെ സുഖമല്ലേ പിങ്കി മോളെ? സുഖം. ചെറിയമ്മയ്ക്കോ? സുഖം. ചേച്ചി സുഖല്ലേ? പിന്നെ നല്ല സുഖം. എന്നാ പിന്നെ ഞാൻ പോട്ടെ അമ്മ. ചെല്ലേ. പോന്നേ. ടാറ്റാ. കാണാമേ. അതെന്ത് ഫയലമ്മേ അവൾ ഒപ്പിട്ടിട്ട് പോയത്? അതൊരു ഡോക്യുമെന്റ്, അവിടെ ഒരു ഒപ്പ് വേണമായിരുന്നു. അല്ല, നിങ്ങൾ സിനിമയ്ക്ക് പോയില്ലേ? ആ ഞങ്ങള് റെഡിയായി നിൽക്കും, ഇപ്പൊ പോവും. ആണോ? ആ എന്നാ പോയിച്ചു വാ. ശരി അച്ഛമ്മ. സിനിമ വന്ന് കണ്ടിട്ട് വന്നിട്ട് കഥ പറഞ്ഞു തരണം. ഓക്കെ. ആ ടാറ്റാ. ആ, ടാറ്റ. എനിക്ക് ഡോക്യുമെന്റ് അമ്മേ ചെയ്യുമെന്ന് പറ. അയ്യോ, ഇതാണല്ലേ നിങ്ങളുടെ പുതിയ വീട്? സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ? ബാത്ത് ടബാ? നിനക്ക് എന്തൊക്കെ അറിയണം? എല്ലാം അറിയണോ? ഇവിടുത്തെ ഫുൾ പ്ലാൻ ഉണ്ടോ വീടിന്റെ? എന്തിന്? പിന്നെ ഏത് റൂമിലെ സാധനം ഇരിക്കുന്നത് ഞാൻ ഗടിച്ചറിയാൻ ഞാൻ കണിയാനോ? എന്റെ പൊന്നണിയാ, നീ മെയിൻ ഡോറിന്റെ അകത്തോട്ട് കയറുക, ഇടത്തോട്ട് ഇരുന്നിട്ട് പിന്നെ വലത്തോട്ട് ഇരുന്ന് ഞാൻ എത്തി. ഇപ്പൊ തന്നെ കൺഫ്യൂഷൻ ആണ്. ഇത്ര പച്ചവെള്ളം അറിയാമെങ്കിൽ നിനക്ക് അകത്ത് കയറി എടുത്തുവിടേത്. എടാ, എനിക്ക് കയറാൻ പറ്റത്തില്ലാത്തോണ്ടല്ലേ നിന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ പറഞ്ഞ കണക്കാൻ കയറിയാ മതി. എടാ ആണെങ്കിൽ നീ പോയി ചെയ്യടാ അത്. എനിക്കൊരു കാര്യം ചെയ്യും, ആ പ്ലാൻ ഒന്ന് ഒപ്പിക്കും. ഞാൻ വീട്ടിൽ പോയി പഠിച്ചിട്ട് നാളെ എങ്ങനെയാലും വന്ന് കയറാം. നാളെ പഠിച്ചിട്ട് വരുന്ന പോലെ എക്സാം വല്ലതും ആണോ? പോയിരുന്നോ? ഈ ഡോർ തുറന്ന് എങ്ങനെ? അത് തുറന്നു നടക്കുന്നേ. പോ, ആയിരിക്കും. ചെല്, ഓടാ. ഞാന് എപ്പോഴാ ചത്തത്? ചത്തില്ലണ്ണ ഞാൻ. പിന്നെ എങ്ങനെ നീ പ്രേതമായത്? മനുഷ്യൻ ഞാൻ ഗോസ്റ്റ് അല്ല, സുവർണകുമാർ. എന്താണ് ഇവിടെ? എന്താ നീ ഇവിടുത്തെ? ഞാൻ വീട് കാണാൻ വേണ്ടി വന്നമ്മ. എത്ര സ്ക്വയർ ഫീറ്റ്? വീട് കാണാൻ വന്നതോ? നീ എന്താ ഈ വീട് വാങ്ങിക്കാൻ വന്നതാ? ഇല്ല, പിന്നെ വെറുതെ അമ്മയൊന്ന് കാണാൻ വേണ്ടി. ആരാ നിന്റെ അമ്മ? അമ്മ 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 എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്? സോറി മാഡം, മാഡത്തിനെ കാണാനായിട്ട്. ആ, എനിക്ക് മനസ്സിലായി. അതെ, നിന്നെ അകത്തോട്ട് പറഞ്ഞു വിട്ട നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ പുറത്ത് നിൽക്കുന്നവൻ. പറയണ അവനോട് അന്തസ്സായിട്ട് അകത്ത് വന്നെന്ന് ആവശ്യം എന്താന്ന് വെച്ചാ പറയാന്. പ്രതീക്ഷേ, എന്ത് പ്രതീക്ഷേട്ടോ, മാഡം അമ്മ വിളിക്കുന്നടാ. അയ്യോ പ്രതീക്ഷ, അതാണ് അളിയാ, നീ കൂടെ വാ. ആ. ഈ അന്തസ്സിനെ കുറിച്ച് പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ, എന്റെ പുറകെ എന്റെ ഒപ്പനെ വേണ്ടിട്ട് വരുന്ന ഞാൻ കാണിച്ചിരുന്നു. നീ വാ. വരും വരും വരും, കാണാം, നമുക്ക് കാണാം കാണാം. കാണാം. ആ. അയ്യടാ, എന്താ കാര്യം? നിന്റെ അനിയനെ ദാണ്ടെ ഈ കൂട്ടുകാരനെ കൊണ്ട് വന്നിരിക്കുന്നു പാസ്പോർട്ട് അടിച്ചോണ്ട് പോകാനായിട്ട്. അമ്മ, ഇതൊരു ഫ്രണ്ട്ഷിപ്പ് സർവീസ് ആണ്. ആണോ? എന്താ സർവീസ്? ഫ്രണ്ട്ഷിപ്പ് സർവീസ്. ഇറങ്ങി പോടാനെ വീട്ടിൽ അങ്ങോട്ട്. താങ്ക് യു. സർവീസ് കൊണ്ടുവന്നിരിക്കുന്നു. ഒപ്പിന്റെ കാര്യം ഗോവിന്ദ. അയ്യോ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് ഒരു വിഷമമില്ല. എനിക്ക് വേണ്ട നിന്റെ ഒപ്പ്. കഴിഞ്ഞല്ലോ. ആ, അയ്യോ കൊള്ളാം. പോ. അയ്യോ പാവം, സിനിമ കാണാൻ പോയ വച്ച് അതിന് കാണാനെന്നും പറഞ്ഞാ പോയത്. അത് കണ്ട തൂങ്ങിക്കൊണ്ട് വരുന്നു ഉറക്കത്തിൽ. കഷ്ടം തന്നെപ്പാ ഇതൊക്കെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.